എല്ലാവർക്കും നമസ്കാരം. വിസ്മയങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഒരു വലിയ ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എങ്ങനെയുണ്ടായി? ഈ ചോദ്യം കാലങ്ങളായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ മതങ്ങൾ മുന്നോട്ടുവയ്ക്കുന്ന ചില അത്ഭുത അവകാശവാദങ്ങൾ പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആനിൽ ആധുനിക ഭ്രൂണശാസ്ത്രം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന വാദം. ആധുനിക ശാസ്ത്രം ഇന്ന് മൈക്രോസ്കോപ്പിലൂടെയും സ്കാനിംഗിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങൾ അന്നേ ഖുർആൻ പറഞ്ഞുവെച്ചുവെന്നും അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വാക്കാണെന്നുമാണ് ഇസ്ലാമിസ്റ്റുകളുടെ പ്രധാന ആയുധം. എന്നാൽ ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഖുർആൻ പറയുന്ന ഈ കാര്യങ്ങൾ അക്കാലത്തെ അറബികൾക്ക് അജ്ഞാതമായിരുന്നോ? അതോ മനുഷ്യൻ അന്നേ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇതിലുള്ളത്? നമുക്കിന്ന് ചരിത്രത്തിലേക്കും ശാസ്ത്രത്തിലേക്കും ഒരു ചെറിയ യാത്ര പോകാം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ വിശ്വസിക്കപ്പെടുന്ന പല അത്ഭുതങ്ങളുടെയും പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമുക്ക് ഖുർആനിലെ ആ വിഖ്യാതമായ വചനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അവനെ ഒരു ശുക്ലത്തുള്ളിയായി ഭദ്രമായ സ്ഥാനത്ത് വെച്ചു. ശേഷം ആ തുള്ളിയെ ചോരക്കട്ടയാക്കി, ചോരക്കട്ടയെ മാംസപിണ്ഡമാക്കി, അതിനെ അസ്ഥികൂടമാക്കി മാറ്റി. പിന്നീട് ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. കേൾക്കുമ്പോൾ വലിയൊരു പ്രോസസ്സായി തോന്നും. ഇതിൽ ആദ്യം പരാമർശിക്കുന്ന കളിമണ്ണ് സിദ്ധാന്തം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഇത് കേവലം 7-ാം നൂറ്റാണ്ടിലെ മാത്രം അറിവല്ല. മനുഷ്യൻ കളിമണ്ണുകൊണ്ട് പാത്രങ്ങളും പ്രതിമകളും ഉണ്ടാക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ അവന്റെ ഉള്ളിലുണ്ടായ ഒരു ലളിതമായ ചിന്തയാണിത്. BC 8000 മുതലുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ മൺപാത്ര നിർമ്മാണം തുടങ്ങിയിരുന്നു. തനിക്ക് കളിമണ്ണുകൊണ്ട് ഒരു രൂപമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ തന്നേക്കാൾ വലിയൊരു ശക്തിക്ക് ആ രൂപത്തിന് ജീവൻ നൽകാനും കഴിയും എന്ന ലോജിക് പണ്ടേ മനുഷ്യർക്കുണ്ട്. ഇതിന് തെളിവായി BC 3000-ൽ സുമേറിയൻ സംസ്കാരത്തിലെ കളിമൺ ഫലകങ്ങൾ ഇന്നും നമുക്ക് കാണാം. എൻകി എന്ന ദൈവവും നിമ എന്ന ദേവതയും ചേർന്ന് കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അതായത് ഖുർആൻ പറയുന്ന കളിമണ്ണ് കഥയ്ക്ക് ഖുർആനിനേക്കാൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ടെന്ന് ചുരുക്കം. ഇനി നമുക്ക് പ്രധാന വിഷയമായ ഭ്രൂണശാസ്ത്രത്തിലേക്ക് വരാം. ഇവിടെ നുത്ഫ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ ഇന്നത്തെ വ്യാഖ്യാതാക്കൾ ബീജം എന്ന് വിളിക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. എന്നാൽ ക്ലാസിക്കൽ മുഫസ്സിറുകൾ പരിശോധിച്ചാൽ ഇത് വെറുമൊരു ഇന്ദ്രിയത്തുള്ളി മാത്രമാണ്. ഇവിടെയാണ് വലിയൊരു ശാസ്ത്രീയ പിഴവ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനുണ്ടാകാൻ പുരുഷന്റെ ബീജം മാത്രം മതിയോ? ഒരിക്കലുമല്ല. സ്ത്രീയുടെ അണ്ഡം കൂട്ടിച്ചേർന്നാൽ മാത്രമേ ഒരു ഭ്രൂണം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഖുർആനിൽ ഒരിടത്തുപോലും സ്ത്രീയുടെ അണ്ഡത്തെക്കുറിച്ച് പരാമർശമില്ല. പകരം പുരുഷന്റെ ശുക്ലം ഒലിച്ചിറങ്ങുന്നതിനെക്കുറിച്ചും അത് ഗർഭാശയത്തിലെത്തുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. 7-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് അണ്ഡമെന്ന കോശത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അത് സ്വാഭാവികമാണ്. എന്നാൽ സ്രഷ്ടാവായ ദൈവത്തിനത് അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? 1827-ൽ കാൾ ഏണസ്റ്റ് വോൺ ബെയർ അണ്ഡം കണ്ടെത്തുന്നതുവരെ ലോകത്തിനിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലായിരുന്നു. ഈ അറിവില്ലായ്മ ഖുർആനിലും പ്രകടമാണ്. ചിലർ ഇതിനെ പ്രതിരോധിക്കാൻ നുത്ഫത്തിൻ അംഷാജ് അഥവാ കൂടിച്ചേർന്ന തുള്ളി എന്ന വചനം ഉയർത്തിക്കാട്ടാറുണ്ട്. ഇത് സ്ത്രീയുടെ അണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അവർ വാദിക്കുന്നു. എന്നാൽ ഇബ്നു കസീറിനെപ്പോലുള്ള പ്രമുഖ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ യോനിയിൽ നിന്നുണ്ടാകുന്ന ലൂബ്രിക്കേഷൻ ദ്രാവകവും കൂടിച്ചേരുന്നതിനെക്കുറിച്ചാണെന്നാണ്. അല്ലാതെ അത് കോശങ്ങളുടെ സംയോഗമല്ല. മറ്റൊരു വലിയ അബദ്ധം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ്. ആദ്യം അസ്ഥിയുണ്ടാക്കി പിന്നീട് മാംസം കൊണ്ട് പൊതിഞ്ഞുവെന്ന് ഖുർആൻ പറയുമ്പോൾ ആധുനിക എംബ്രിയോളജി പറയുന്നത് മറ്റൊന്നാണ്. അസ്ഥിയും മാംസവും ഒരേ സമയം ഭ്രൂണത്തിൽ വികസിച്ചു തുടങ്ങുന്നവയാണ്. അല്ലാതെ അസ്ഥികൂടം പൂർത്തിയായ ശേഷം അതിലേക്ക് മാംസം പുരട്ടുകയല്ല ചെയ്യുന്നത്. കീത്ത് മൂർ എന്ന എംബ്രിയോളജിസ്റ്റിനെ മുൻനിർത്തിയാണ് പലപ്പോഴും ഈ വാദങ്ങൾ പ്രചരിപ്പിക്കാറുള്ളത്. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിന് തന്നെ ഈ ക്രമത്തിലെ പിഴവുകൾ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന ഈ ക്രമം യഥാർത്ഥത്തിൽ BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലിന്റെയും AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗാലന്റെയും തെറ്റായ നിഗമനങ്ങളുടെ ഒരു പുനരാവിഷ്കാരം മാത്രമാണ്. റോമൻ വൈദ്യനായിരുന്ന ഗാലന്റെ 2-7 തിയറി, പുരുഷനും സ്ത്രീക്കും ശുക്ലമുണ്ടെന്ന വാദം അക്കാലത്ത് അറേബ്യയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കൂടുതൽ രസകരമായ മറ്റൊരു കാര്യം ശുക്ലം എവിടെ നിന്ന് വരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഖുർആനിക വചനമാണ്. അത് മുതുകിനും വാരിയെല്ലിനും ഇടയിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. വൈദ്യശാസ്ത്രപരമായി ഇതെത്ര വലിയ തെറ്റാണെന്ന് നമുക്കറിയാം. മനുഷ്യന്റെ പ്രത്യുൽപാദന അവയവങ്ങൾ എവിടെയാണെന്നും ശുക്ലം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നും ആധുനിക കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം. ഇതിനു പുറമെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത വിശ്വസനീയമായ ഒരു ഹദീസുണ്ട്. ഗർഭസ്ഥ ശിശുവിന് 120 ദിവസങ്ങൾക്ക് ശേഷമാണ് മലക്ക് വന്ന് ജീവൻ ഊതുന്നത് എന്ന് അതിൽ പറയുന്നു. ചിന്തിച്ചു നോക്കൂ, 4 മാസം വരെ ആ ഭ്രൂണത്തിന് ജീവനില്ലേ? അണ്ഡവും ബീജവും ചേരുന്ന നിമിഷം മുതൽ അത് ജീവനുള്ള കോശമാണ്. അത് വിഭജിക്കുകയും വളരുകയും ചെയ്യുന്നു. 4-ാം മാസത്തിൽ കുഞ്ഞു വയറ്റിൽ അനങ്ങുന്നത് കണ്ട പഴയകാല മനുഷ്യർ അപ്പോഴാണ് ജീവനുണ്ടായത് എന്ന് കരുതിയ തെറ്റായ ധാരണ മാത്രമാണിത്. ചുരുക്കത്തിൽ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അക്കാലത്തെ ഗ്രീക്ക് റോമൻ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു പരിമിതമായ അറിവ് മാത്രമാണ്. പേർഷ്യയിലെ ജുന്ദുഷാപൂർ സർവകലാശാലയിൽ പഠിച്ചിരുന്ന
ഹാരിസ് ഇബ്നു കലദ എന്ന വൈദ്യൻ മുഹമ്മദ് നബിയുടെ സുഹൃത്തായിരുന്നു. അക്കാലത്തെ ലോകോത്തരമായ അറിവുകൾ അറേബ്യയിൽ ലഭ്യമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ കാണുന്ന അത്ഭുത പ്രഘോഷണങ്ങൾ വെറും വ്യാഖ്യാന കസർത്തുകൾ മാത്രമാണ്. തെറ്റായ അറിവുകളെ ശാസ്ത്രീയമായി പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമം. ചരിത്രത്തെയും ശാസ്ത്രത്തെയും മുൻവിധികളില്ലാതെ സമീപിച്ചാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഇതിലുള്ളൂ. അന്ധമായ വിശ്വാസത്തിനപ്പുറം ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.